ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന നമ്മളെ തക്കാളി ചട്നീൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഡ്ഡലിൻ്റെയും അതുപോലെ മസാല ദോശ, നെയ്റോസ്റ്റ് ഇതിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു തക്കാളി ചട്നിയാണിത്. പ്രത്യേകിച്ച് ഇത് ശരവണ ഭവൻ സ്റ്റൈലിലുള്ള ഒരു തക്കാളി ചട്നിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ മസാല ദോശേൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് 3 തരം ചട്നികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശരവണ ഭവനിൽ ഒരു യെല്ലോ കളറിലൊരു ചട്നി ഉണ്ടാകാറുണ്ട്, അതിനൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു തേങ്ങാ ചട്നി, പിന്നെ ഒരു സാമ്പാർ, അതുപോലെ ഒരു വെള്ള ചട്നി ഉണ്ടാകാറുണ്ട്. ആ ഒരു വെള്ള ചട്നീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക. അതുപോലെ ശരവണ ഭവനിലുള്ള ഈ ഒരു തക്കാളി ചട്നിയിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാണ്ട് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴിച്ചവർക്ക് അറിയാം ഇതിൻ്റെ രുചി. അത് ഒരുപാടൊന്നും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, കുറച്ചൊരു അച്ചാർ പോലെ ഒന്ന് തൊടാൻ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ ചേർക്കുന്ന ഒരു 2 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് നിങ്ങൾ കാണണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചട്നി നിങ്ങൾക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണേനേക്കാളും കൂടുതൽ ഇതുപോലെയുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എള്ളെണ്ണ എടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും അങ്ങനെ എള്ളെണ്ണ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ വേറൊരു ഓയിലും എടുക്കരുത് കേട്ടോ. നമ്മൾ സൺഫ്ലവർ ഓയിലൊന്നും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ എള്ളെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതൊന്നും ഒരിക്കലും കരിഞ്ഞു പോകാൻ പാടില്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും. അപ്പോൾ ആ ഒരു ചട്നീൻ്റെ ടേസ്റ്റ് അങ്ങ് നഷ്ടമാകും. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ മുഴുവനായിട്ടുള്ള ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്പ്ലിറ്റഡോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി അത് നമുക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു കളറ് മാറി വരുന്നത് വരെ ഒന്നിത് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്കൊരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് നിങ്ങളുടെ അടുത്ത് ഉള്ളെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കയ്യിലില്ലാത്തതുകൊണ്ട് മാത്രമേ ഞാൻ ഇത് ചേർത്തത്. കാശ്മീരി മുളകാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ചട്നിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ ഇതാകുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് എരിവ് കൂടുതൽ നിൽക്കും, അതുകൊണ്ട് ഇതുള്ളവർക്ക് ഇതെടുത്താലും മതി. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഒരു 2-3 പീസാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ അല്ലിയൊക്കെ ആണെങ്കിൽ ഒരു 2-3 നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്നും വാടിപ്പോകാണ്ട്, പ്രത്യേകിച്ച് കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഒരുപാടങ്ങ് വാടിപ്പോകുകയും ചെയ്യരുത്. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് വലിയൊരു സവാളയാണ്. അപ്പോൾ സവാള ഇതുപോലെ ചെറിയ സൈസായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതുപോലെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ കുഞ്ഞുള്ളി ആയിരിക്കും നമ്മൾ ആ ഒരു ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സവാള ഒരുപാടങ്ങ് വാടി കിട്ടുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് നല്ലൊരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറുള്ള തക്കാളിയാണ് ചേർത്തത്. അപ്പോൾ തക്കാളി നല്ല കളർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചട്നിക്ക് ഒരു പ്രത്യേക ഒരു കളറ് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയും അതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത് വാടിക്കിട്ടാനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല മുളക് പൊടിയാണ് ഞാനിതിൽ ചേർത്തത്. അതുപോലെ കാശ്മീരി മുളക് പൊടി അങ്ങോട്ടുള്ളെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് തന്നെ വാടി കിട്ടണം, വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതാണ് ഈ ഒരു ചട്നീൻ്റെ പാകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ആ ഒരു ചേർത്ത പൊടിയില്ലേ, നമ്മളെ മുളക് പൊടീൻ്റെ ആ ഒരു പച്ചമണം മാറി വരികയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1-2 പ്രാവശ്യം ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഉടഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മളിത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പ്രത്യേകിച്ച് പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ. പഴുക്കാത്ത തക്കാളിയൊക്കെ ആണെങ്കിലാണ് കുറച്ച് വേവാനും ഇതുപോലെ ഉടച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മളിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 3-4 ആൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സാധനത്തിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അളവിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്സീൻ്റെ ചെറിയ ജാറിലാണ് ഇത് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് നല്ലോണം തണുത്ത ശേഷം മാത്രം ഇതിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ മിക്സിയിൽ അരക്കുന്ന സമയത്ത് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വേണ്ടി ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിയില നല്ലോണം ഒന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതൊരു പ്രത്യേക രുചി കൊടുക്കുന്നതാണ് ശരവണ ഭവനിലുള്ള ഒരു ചട്നിക്കൊക്കെ. അതുപോലെ തന്നെ വേറെ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഒരു കഷ്ണം മതി കേട്ടോ. ഒരു ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം മതിയാകും.
അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ മിക്സിയിൽ അരക്കുന്നതുകൊണ്ട് തന്നെ വലിയ പീസായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാം ആ ഒരു ശരവണ ഭവനിലെ ചട്നിക്ക് പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല, എന്നാൽ കുറച്ച് നല്ല മധുരമായിരിക്കും. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ചേർക്കുന്നത് കൊണ്ടാണ് ഇതിനൊരു മധുരം കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ക്യാരറ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഈ ഒരു ചട്നി. അപ്പോൾ ഇത് നമ്മളിതാ നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. വെള്ളമൊന്നും തീരെ ചേർക്കരുത്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ അച്ചാർ പോലെ സൈഡിൽ തൊട്ട് കഴിക്കാനാണ് ഉണ്ടാകുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കില്ല, അതുപോലെ കുറച്ച് ലൂസും അല്ല, ഇതുപോലെ നല്ല കട്ടിയായിട്ടുള്ള ചട്നിയാണ് ഉണ്ടാകുക. അപ്പോൾ ഇതാ ഞാൻ ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്കൊരു വറവിടാനുണ്ട്. അപ്പോൾ വറുത്തിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള്ളെണ്ണ തന്നെയാണ് വറുത്തിടുന്നത്. എള്ളെണ്ണ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉഴുന്നുപരിപ്പും കൂടിയാണ് ഇതിലേക്ക് വറുത്തിടുന്നത്. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അതൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഈ ഒരു വറവിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വറുത്തിട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സമയം നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ എന്തായാലും കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ഒരു നമ്മൾ വാട്ടുന്ന സമയത്ത് എരിവ് ചേർത്ത് കൊടുക്കാം. പക്ഷേങ്കിൽ ശരവണ ഭവനിലുള്ള ആ ഒരു തക്കാളി ചട്നിയിൽ അങ്ങനെ ഒരുപാടങ്ങ് എരിവൊന്നും ഉണ്ടാവില്ല. ഇത് തന്നെ ധാരാളമാണ് ഈ ഒരു എരിവൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടേനു. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വാട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റിന് ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ക്യാരറ്റ് ചേർത്തുകൊണ്ട് തന്നെ ഒരു ഇത്തിരി മധുരമുണ്ട്, എന്നാലും കുറച്ചൊരു എരിവ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഒരു അര കഷ്ണമൊക്കെ എടുക്കുന്നതാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല മധുരം തന്നെ ഉണ്ടാകും. എന്നാൽ ഒരുപാടങ്ങ് മധുരം മുന്നിട്ട് നിൽക്കില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മൾ ശരവണ ഭവൻ സ്റ്റൈലിലുള്ള തക്കാളി ചട്നി റെഡിയായി. അപ്പോൾ പല റെസ്റ്റോറൻറ്റുകളിലും പോയി കഴിഞ്ഞാൽ നമ്മൾ നെയ്റോസ്റ്റിൻ്റെയും മസാലദോശൻ്റെയും വടേൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ചട്നി ഇതാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ക്യാരറ്റും പഞ്ചസാരയൊക്കെ ചേർക്കുന്നുണ്ടോ ഞാൻ അറിയില്ല. അപ്പോൾ തക്കാളി ചട്നി ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. തക്കാളിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര താല്പര്യം ഇല്ലെങ്കിൽ ശർക്കരേൻ്റെ പൊടി ചേർത്താലും മതിയാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ശരവണ ഭവൻ സ്റ്റൈലുള്ള വെള്ളച്ചട്നീൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റാണ് ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളം ചേർത്തിട്ടല്ല അരച്ചെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്